മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി കനവ് പോലെ പുതു കവിത പോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അമ്മാവൻ അസുഖം വന്നാ നോക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങനെയാ കാണുന്നേ. എന്നാലും ഒരെന്നാലും ഇല്ല. ചേച്ചിയൊന്നും മിണ്ടാതിരിക്കെ. ഓരോ കാര്യം പറഞ്ഞോണ്ട് വരുന്നു. ദാ സമയം ഒരുപാടായി. നിങ്ങൾ പോയിട്ട് രാവിലെ വന്നാ മതി. ഗോപേട്ടൻ പൊയ്ക്കോളൂ, ഞാനിവിടെ നിന്നോളാം. അത് വേണ്ട, എന്തും പൊയ്ക്കോളൂ. കണ്ടില്ലെങ്കി അമ്മുക്കുട്ടിയുടെ കയറ് പൊട്ടിക്കും. അതും നേരാ. ഇവിടെ ഇപ്പൊ ഞാനുണ്ടല്ലോ. എനിക്കിപ്പോ ഇതൊക്കെ ഒരു പരിചയായി. പോലീസിന്റെ കാവലുണ്ടാവും, ചില ഫോർമാലിറ്റീസും കൂടി ഉണ്ട്. അതുവരെ കാവലുണ്ടാവുന്ന അറിഞ്ഞത്. ഞങ്ങളെന്നാ ഇറങ്ങാ ചേച്ചി, രാവിലെ വരാം. ഇനി വൈകണ്ട. ഇനിയിപ്പോ വൈകിയാലും പ്രശ്നമില്ലല്ലോ, ഗോപേട്ടനുണ്ടല്ലോ കൂടെ. ആ ഒരു കാര്യം പറയാൻ പറ്റൂ. വിവരം അന്വേഷിച്ച് ഒരാളിന്ന് ഇവിടെ വന്നിരുന്നു. ആരാ? പേര് ഞാൻ മറന്നു. ആ വേണയുടെ സുഹൃത്താന്നാ പറഞ്ഞത്. ആ ഒരു ആൽബർട്ട് എന്നോ മറ്റോ ആണ്. എന്തോ എനിക്കറിയില്ല. അല്ല, ഇടയ്ക്ക് അയാൾ ഇങ്ങോട്ട് ഇറങ്ങാന്നും പറഞ്ഞു. എന്നാ ഇറങ്ങാം. വന്ന ആളിന്റെ പേരെങ്കിലും ഒന്ന് ശരിക്കും ഓർത്തിരിക്കണ്ടേ ഗോപേട്ട? ശരി എന്നാ. ഒരു വകതിരിവില്ലാത്തവനാ ആ ഗിൽബർട്ട്. എടുത്തു ചാടി വല്ല അബദ്ധവും കാണിക്കുമെന്നാ എന്റെ പേടി. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. എനിക്കറിയില്ല അവനെ. എടുത്തിയാട്ടം കുറച്ചുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്തോളും. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എല്ലാം നമ്മുടെ തലയിൽ വരും. അത് മറക്കണ്ട. എങ്ങനെ വരുന്നാ? ഇതിന്റെ പിന്നിൽ നമ്മളാണെന്നൊന്നും ഒരുത്തനും അറിയാൻ പോകുന്നില്ല. അതിനൊരവസരം നമ്മൾ ഉണ്ടാക്കുകയില്ല. എന്താ പോരെ? എനിക്കത്ര വിശ്വാസം പോരാ. ഒന്നും അത്ര നിസ്സാരമായിട്ട് തോന്നുന്നുമില്ല. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് അവര് തമ്മിലുള്ള പൂർവ്വവൈരാഗ്യമാണെന്ന് നമ്മൾ അങ്ങ് കൈയെഴുകും. എന്താ? അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല മോഹൻ. അബദ്ധത്തിലെങ്ങാനും പിടിക്കപ്പെട്ടാൽ തത്ത പറയും പോലെ കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് അവനങ്ങ് പറയും.
അതോടെ തെളിയില്ലേ അവനും നമ്മളും തമ്മിലുള്ള ബിസിനസ് ബന്ധം. അവൻ പറഞ്ഞാലല്ലേ, പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അനന്തനെ കൊന്നത് അവനാണെന്ന് കൂടി അവൻ പറയേണ്ടി വരും. അങ്ങനെ ഒരു മണ്ടത്തരം അവൻ കാണിക്കുവോ? അവനെ വിശ്വസിക്കാം. സാറേ, ഉറക്കം തൂങ്ങണ്ട, ക്യാൻറ്റീനിലേക്ക് പോയി ചായ കുടിക്കുക. ആ ശരി. മേഡം, ഉറക്കമാണോ?
അയ്യോ ഈ മാസ്ക്. ചിലപ്പോ കയ്യെങ്ങാനും തട്ടിയതാവും. അയ്യോ ഓക്സിജൻ വരുന്നില്ലല്ലോ. ഇപ്പൊ ശരിയായല്ലോ. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോണേ. നോക്കിയോളൂ. ഹലോ വേണിയല്ലേ? ഞാൻ ഗിൽബർട്ട്, നിന്റെ സ്വന്തം ഗിൽബർട്ട് ഡിസൂസ. നിന്റെ തന്തപ്പടിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. കാണാൻ പറ്റില്ല, വിവരങ്ങളൊക്കെ അറിഞ്ഞു. പ്രാർത്ഥിക്കാൻ ഞാൻ. അങ്ങേരുടെ അസുഖം ഭേദമാവാനല്ല, എത്രയും പെട്ടെന്ന് അങ്ങേരെ പരലോകത്തേക്ക് എടുക്കണേ എന്ന്. ശവോടക്കിനുള്ള ഏർപ്പാടൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കോ മോളെ. ഹലോ ഗൗരിയ, പറ്റിയ നിന്റെ അച്ഛന്റെ അടിയന്തരത്തിന് മുമ്പ് ഒരു കല്യാണ ചടങ്ങ് നമുക്കങ്ങ് നടത്താം. നന്ദിനെ ഞാനങ്ങ് കെട്ടി വഴിക്കാൻ പോവാ. ചുമ്മാ ഒരു രസം. അവക്കും വേണ്ടേ ഒരു ജീവിതം. അവൾ ആഗ്രഹിക്കുന്ന പോലെ അല്പം മരുന്നൊക്കെ അടിച്ച് സ്വപ്നങ്ങളിൽ മയങ്ങിയൊരു ജീവിതം. അത് ഞാനങ്ങ് കൊടുത്തേക്കാം. എന്താ പോരെ? അത് തടുക്കാൻ തൻ്റെ ഉണ്ടെങ്കിൽ നീ തടുത്തോ. ഗിൽബർട്ട് ഡിസൂസ, അതാ അവന്റെ പേര്. ഒരു പക്ക ക്രിമിനൽ, എന്തിനും ഏതിനും മടിയില്ലാത്തവൻ. കോളേജിൽ വെച്ച് തുടങ്ങിയതാ അവൻ എന്നോടുള്ള വൈരാഗ്യം. എന്തിന്? ക്യാമ്പസിൽ നടന്ന ഒരു മയക്കുമരുന്നിന്റെ കേസിൽ ഞാൻ അവനെതിരെ പോലീസിൽ പരാതി കൊടുത്തതിന്. സ്വത്തും സ്വാധീനം ഉപയോഗിച്ചുള്ള അഴിഞ്ഞാട്ടമായിരുന്നു അവന് ക്യാമ്പസിൽ. ആരെയും ഭയക്കാതെ അവൻ ഒരുപാട് തമ്മാടിത്തരങ്ങൾ ചെയ്തു കൂട്ടി. അവന് ശരിക്കറിയാവുന്നതുകൊണ്ട് ആരും അന്നൊരു പരാതിയും പറഞ്ഞില്ല, അവന്റെ ചെയ്തികൾക്കിരയായവർ പോലും. പക്ഷേ അവനവിടെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയെന്നറിഞ്ഞപ്പോ കൈയും കെട്ട് നോക്കിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അധികാരികൾക്ക് ഞാൻ പരാതി കൊടുത്തു. പക്ഷെ അവന്റെ സ്വാധീനം കാരണം അതിനൊന്നിനും ഫലമുണ്ടായില്ല. ഒടുവിൽ അവന്റെ വലയിൽപ്പെട്ട് 2 പെൺകുട്ടികൾ ജീവനൊടുക്കിയപ്പോ ഞാൻ സ്റ്റുഡൻസിനെ തന്നെ അവനെതിരെ സംഘടിപ്പിച്ചു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അവൻ അറസ്റ്റിലായി. കോടതി അവന് ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അതിന്റെ പേരില ഇന്നും അവൻ എന്നോട് പക. വേണിക്കിതെല്ലാം എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? എങ്കിൽ എനിക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഇത്രയൊന്നാവൂന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സർ. ഒരിക്കൽ അവൻ ഹോസ്പിറ്റൽ വന്നൂന്നറിഞ്ഞു. അവൻ തന്നെ അതെന്നോട് വിളിച്ചു പറയുകയും ചെയ്തു. അതും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ. പക്ഷെ ഇത്രയൊന്നും ഞാൻ... ഓക്കെ വേണി വിഷമിക്കണ്ട. വൈരാഗ്യം കൊണ്ട് അവൻ ഇനി വേണിയുടെ മുമ്പിൽ വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ഞങ്ങളുടെ ഭാഗത്തും ചെറിയൊരു പാകപ്പിഴ വന്നു. കാവലിനൊരു കോൺസ്റ്റബിളിനെ നിർത്തിയിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം.
ദെൻ അവന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഗിൽബർട്ട് ഗിൽബർട്ട് ഡിസൂസ. നശിപ്പിച്ചില്ലേ നീയെല്ലാം? കളഞ്ഞു കുളിച്ചു, കിട്ടിയ നല്ലൊരു അവസരം. പിന്നെ നീ ആർക്ക് പിണ്ണം വെക്കാനാ വലിയ വിരോധടിച്ചത്? നിന്നെ വിശ്വസിച്ച ഞാനാ വെട്ടി. അല്ല അത് പിന്നെ വേണ്ട, ഒരു എക്സ്ക്യൂസും വേണ്ട. എന്തിനും ഏതിനും പറയാൻ നിനക്കൊരു വാക്കുണ്ടല്ലോ, കൈപ്പിഴ. അതിവിടെ ആവർത്തിക്കണ്ട. ഒരു ഗോൾഡൻ ചാൻസാ നീ മിസ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് ആ ചാപ്റ്റർ നിനക്ക് ക്ലോസ് ചെയ്യാമായിരുന്നു. ദാ ഈ പെരുവരല് ആ തൊണ്ടക്കുഴിയിലൊന്ന് അമർത്തിയാ മതിയായിരുന്നു. ഒരൊറ്റ പടച്ചില് തീരുമായിരുന്നില്ലേ? അത് അവൾ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് എനിക്ക് അവൾ അവിടെ ഉള്ളപ്പോ തന്നെ അയാൾ ചാവണമായിരുന്നു. അതിന്റെ പേരിൽ ഉണ്ടാക്കായിരുന്നില്ലേ ഒരു കോലാഹലം? അഴിഞ്ഞാടി നടന്നതിന് എതിര് പറഞ്ഞ തന്തയെ കൊന്നവളെന്ന് 4 പേര് പറഞ്ഞു നടന്നാൽ അത് പോരെ നമുക്ക്? തന്തയുടെ കഥ തീരുകയും ചെയ്യും, മോളുടെ കഥ നാട് നിങ്ങളെ അറിയുകയും ചെയ്യും. അഴി എണ്ണിക്കാമായിരുന്നില്ലേ അവളെ കൊണ്ട്? അതൊന്നും ചെയ്യാതെ വന്നിരിക്കുന്നു ഓരോ എക്സ്ക്യൂസും പറഞ്ഞ്. നോൺസെൻസ്. എന്താ സാർ? ചുമ്മാ ഈ വഴിക്ക് പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് കരുതി. ഇവിടെ ഈ സർക്കിളിൽ ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോ പേരും പെരുമയും കൊണ്ട് നാടാകെ പ്രശസ്തനായ സാക്ഷാൽ MRCയുടെ വീടൊന്നും സന്ദർശിച്ചില്ലെങ്കിൽ അതെനിക്കൊരു പേരുദോഷമാവില്ലേ മാഡം? അത് നേരാ. പക്ഷേ ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ മുറ്റത്ത് ചുമ്മാ കിടക്കുന്ന കണ്ട അത് ഞങ്ങൾക്കൊരു പേരുദോഷ. എന്ത് ചെയ്യാനാ മാഡം? വരേണ്ടി വന്നാ വന്നല്ലേ പറ്റൂ. അകത്തേക്കിരിക്കാം. ഇരിക്കൂ. ഇവിടെ അടുത്ത 1-2 വീടുകളിൽ അല്ലറ ചില്ലറ മോഷണ ശ്രമം നടക്കുന്നു എന്നൊരു കംപ്ലൈന്റ്. അന്വേഷിക്കാതെ പറ്റുമോ? തൊപ്പി തലയിൽ വെച്ച് പോയില്ലേ? അന്വേഷിച്ചു. തൊണ്ടി മുതലൊന്ന് കിട്ടുകയും ചെയ്തു.